എല്ലാവർക്കും നമസ്കാരം. ഞാൻ ഗോപി കൃഷ്ണ. ഗോപു ജേണിയിലെ പുതിയൊരു വീഡിയോയ്ക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാനൊരു വെറൈറ്റി അട കൊണ്ടാണ് വന്നിരിക്കുന്നത്. കട്ടണ്ടി അട. ആർക്കെങ്കിലും അറിയോ കട്ടണ്ടി എന്താണെന്ന്? ഇതാണ് നമ്മളെ കട്ടണ്ടി. കണ്ട, ഇത് നമ്മുടെ മാങ്കണ്ടിയുടെ ഉള്ളിലുള്ള കുരു ഉണക്കിയെടുത്തതാണ് ഇത്. മാങ്ങാണ്ടിയിൽ ധാരാളം വൈറ്റമിൻസും മിനറൽസും ഫൈബേഴ്സും എല്ലാതും ഇതിൽ അടങ്ങിയിട്ടുണ്ട്. പിന്നെ മുടി നന്നായിട്ട് വളരാനൊക്കെ ഇത് സഹായിക്കും. ഇത് ചിലവർ കിണ്ണത്തപ്പായി ഉണ്ടാക്കും, ഹൽവയായിട്ട് ഉണ്ടാക്കും. പക്ഷെ ഞങ്ങളിവിടെ അടയായിട്ടാണ് ഉണ്ടാക്കാറുള്ളത്. നമ്മളിപ്പോൾ മിക്കവരും ഈ മാങ്ങ കഴിച്ചിട്ട് ഈ മാങ്ങണ്ടി കളയലാണ് പതിവ്. പക്ഷെ പണ്ടത്തെ ആൾക്കാരൊന്നും ഇത് കളയില്ല. ഇതല്ല, ഒരു സ്ഥലത്ത് വെയിലുള്ള സ്ഥലത്ത് കൂട്ടി വയ്ക്കും. എന്നിട്ട് അത് പൊളിച്ചിട്ട് അതിലത്തെ കുരു എടുത്തിട്ടാണ് ഈ കട്ടണ്ടി ഉണ്ടാക്കുക. അപ്പോൾ ഞങ്ങളൊക്കെ ഇങ്ങോട്ട് വരുമ്പോഴത്തേക്കും മാമ ഇതുപോലെ കുറേ കുരുകൾ ഇതുപോലത്തെ പാത്രങ്ങളിലാക്കി വെക്കാറുണ്ട്. നന്നായി ഉണക്കി സൂക്ഷിച്ച് വെച്ചാൽ ഇത് ഒരുപാട് കാലം ഇത് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. അട ഉണ്ടാക്കാൻ പോകുമ്പോൾ നമ്മൾ ഇത് എടുത്ത് ഒരു പാത്രത്തിലാക്കി കുറച്ച് വെള്ളം ഒഴിച്ച് വെക്കണം. എന്നിട്ട് കുറച്ച് നേരം കഴിഞ്ഞിട്ട് ആ വെള്ളം ഊറ്റിയിട്ട് പിന്നെയും വെള്ളം ഒഴിക്കണം. എന്തിനാണെന്ന് വെച്ചാൽ അതിലൊരു കട്ടുണ്ട്, അത് മാറാൻ വേണ്ടിയാണ് നമ്മൾ ഈ വെള്ളം ഒഴിക്കുന്നത്. അതുപോലെ മൂന്നാലഞ്ച് പ്രാവശ്യം അങ്ങനെ ചെയ്താൽ മതി. അപ്പം അത് ആ കട്ട് പോവും. എന്നിട്ട് നമുക്ക് അടച്ചിടണം. എന്നിട്ട് നമ്മളത് പേസ്റ്റ് പോലെ അരച്ചിട്ടാണ് നമ്മൾ അടച്ചിടുക. പിന്നെ ആരെങ്കിലും മാങ്ങ കഴിച്ചാൽ അതിൻ്റെ മാങ്ങാണ്ടി കളയില്ലല്ലോ. എല്ലാവരും ഇത് ഉണക്കി കുരു എടുത്ത് സൂക്ഷിച്ച് വെക്കണം കേട്ടോ. ഇത് നല്ല ഔഷധ ഗുണമുള്ള സാധനമാണ്. അപ്പോൾ ഇനി ഈ കട്ടണ്ടി അടയുടെ ഇൻഗ്രീഡിയൻസ് എന്താണെന്ന് നമുക്ക് നോക്കാം. കട്ടണ്ടി കുതിർത്തത്, അരിപ്പൊടി, ശർക്കര ഉരുക്കിയത്. ഈ ശർക്കരയിലാണ് നമ്മൾ അരിപ്പൊടി കുഴയ്ക്കുക. തേങ്ങ ചെരുകിയത്, ഒരു നുള്ളു ജീരകം, ഒരു നുള്ളു ഉപ്പ്. ഇതെല്ലാം കൂട്ടി കുഴച്ച് ഇനി നമ്മൾ പുഴുങ്ങാൻ വെക്കണം. കട്ടണ്ടി ചെറുതാക്കി നുറുക്കി നമുക്ക് മിക്സിയിലിട്ട് അരയ്ക്കാം. അധികം ഡ്രൈ ആണെങ്കിൽ സ്വല്പം വെള്ളം ഇടയാം. അരച്ച് കൊണ്ടുവന്നിട്ടുണ്ട്. ഞാൻ 3 സ്പൂൺ വെള്ളം ഒഴിച്ചിട്ടാണ് അരച്ചത്. ഒരു പാത്രത്തിലേക്ക് ഇനി അരിപ്പൊടി ഇട്ടിട്ട് ഉപ്പും ജീരകവും ഇട്ട് സ്പൂൺ കൊണ്ട് നന്നായി മിക്സ് ചെയ്യണം. ഇതിലേക്ക് ശർക്കര പാനി ഒഴിച്ച് മിക്സ് ചെയ്യാം. തേങ്ങയും അരച്ചെടുത്ത കട്ടണ്ടിയും ഇട്ടിട്ട് നന്നായി കൈകൊണ്ട് മിക്സ് ചെയ്യാം. ഞാൻ ഇപ്പോൾ ശർക്കര പാനിയിലാണ് ഇത് കുഴയ്ക്കുന്നത്. മധുരം കൂടുതൽ വേണ്ടാത്തവർ, മധുരം അധികം കഴിക്കാത്തവർ ശർക്കര പാനി കുറച്ചിട്ട് ചൂടുവെള്ളം കുറച്ച് ആഡ് ചെയ്യാം. ഞാനിതിൽ ജീരകമാണ് ആഡ് ചെയ്തിട്ടുള്ളത്. ഏലക്ക ഞാൻ ആഡ് ചെയ്തിട്ടില്ല. ഏലക്ക ആഡ് ചെയ്യാൻ പറ്റും, പക്ഷേ ഏലക്ക ആഡ് ചെയ്ത കട്ടണ്ടി അട ഉണ്ടാക്കും. വെന്ത് വരുമ്പോൾ അതിൻ്റെ ഒരു സ്മെല്ലുണ്ട്. കട്ടണ്ടി അടയുടെ ഒരു സ്മെല്ലുണ്ട്. അത് പോവാണ്ടിരിക്കാൻ വേണ്ടിയാണ് ഞാൻ ഏലക്ക ആഡ് ചെയ്യാണ്ടിരുന്നത്. ഏലക്ക ആഡ് ചെയ്ത ആ സ്മെല്ല് കിട്ടില്ല. ഞാൻ പിന്നെ ജീരകം എന്താ ആഡ് ചെയ്തതെന്ന് വെച്ചാൽ, പിന്നെ ഈ കട്ടണ്ടി അട തിന്നുമ്പോൾ കുറച്ച് പേർക്ക് ഗ്യാസ് ഒക്കെ ഉണ്ടാവും. ആ ഗ്യാസ് ഒഴിവാക്കാൻ വേണ്ടിയാണ് ഞാൻ ജീരകം ആഡ് ചെയ്തത്. ഇപ്പോൾ ഞാൻ നന്നായി കുഴച്ച് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇലയിൽ പരത്തി ആവിയിൽ വേവിക്കാം. എന്താ ഇഡ്ഡലി പാത്രം അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഇതിൻ്റെ ഉള്ളിൽ ഞാൻ കുറച്ച് വെള്ളവും ആഡ് ചെയ്തിട്ടുണ്ട്. ഇത് തിളയ്ക്കുമ്പോഴത്തേക്കും നമുക്ക് ഇത് തിന്നായി നമുക്ക് പരത്തിയെടുക്കാം. കനം കുറച്ച് പരത്തിയെടുക്കണം. ഇഡ്ഡലി പാത്രത്തിൽ വെള്ളമൊക്കെ നന്നായി തിളച്ച് വന്നു, ആവിയൊക്കെ വന്നു. ഇനി നമുക്ക് അട പുഴുങ്ങാൻ വെക്കാം. ഇതേ 10 മിനിറ്റായി. ഇനി ഞാനിതൊന്ന് തുറന്ന് നോക്കട്ടെ.
സൂപ്പർ, അടിപൊളി. നല്ല സൂപ്പർ ആയിട്ടുണ്ട്. ആവിയൊക്കെ പറക്കണുണ്ടോ? ഞാൻ ചൂടാക്കി കൊണ്ടുവന്നിട്ടുണ്ട്. ഇനി ഞാനിതൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കട്ടെ. നല്ല സൂപ്പർ ടേസ്റ്റ് ഉണ്ട്. എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്യണുണ്ടോ? നല്ല മാങ്ങണ്ടിയുടെ സ്മെല്ലും ഉണ്ട് ഇതിന്. ഇത് രണ്ട് രീതിയിൽ നമുക്കിത് ഉണ്ടാക്കാൻ പറ്റും. ഞാനിപ്പോ ചൂടുള്ള ശർക്കര പാനിയിൽ ഒഴിച്ചിട്ടാണ് ഇത് കുഴച്ചിരിക്കുന്നത്. എൻ്റെ അമ്മാവ ശർക്കരയിൽ തേങ്ങ ഇട്ടിട്ട് നന്നായി വരട്ടിയെടുക്കും. എന്നിട്ട് അരിപ്പൊടിയിൽ ചൂടുവെള്ളം ഇട്ട് കുഴച്ചിട്ട് അതിലേക്ക് ഇനി കട്ടണ്ടിയുടെ പേസ്റ്റും ശർക്കരയും തേങ്ങയും ഇട്ട് കുഴച്ചിട്ടാണ് അമ്മാമ അട ഉണ്ടാക്കാറ്. ഇത് നല്ല അയൺ കണ്ടന്റ് ഉള്ള സാധനമാണിത്. ഇതെല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്യണം കേട്ടോ. പിന്നെ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നുണ്ടെങ്കിൽ ആ സബ്സ്ക്രൈബ് ബട്ടനും തൊട്ടടുത്തുള്ള ബെൽ ബട്ടനും അമർത്തിയാൽ മതി. ഡോണ്ട് ഫോർഗെറ്റ് ടു ലൈക്ക്, കമന്റ്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. പുതിയ വീഡിയോസ് കൊണ്ടുവരും. അപ്പോൾ ബൈ, സീ യു ഇൻ ദ നെക്സ്റ്റ് വീഡിയോ.